ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും. കാരണം ഇന്ന് നമ്മളുള്ളത് കാരക്കുടിയാണ്. കാരക്കുടിയിൽ നാരായണൻ്റെ കല്യാണത്തിന് വന്നിട്ടുള്ളത്. ഞാനിങ്ങനെ വീഡിയോ എടുക്കാനുള്ള പ്ലാനൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ കുളിച്ചെല്ലാം കഴിഞ്ഞേരാണ് ഇത്രയും നല്ല സ്ഥലത്ത് വന്നിട്ട് ഇത്രയും നല്ല മെമ്മറി ഉണ്ടാക്കുമ്പോൾ അതെന്തുകൊണ്ട് നമുക്കൊരു വ്ളോഗാക്കി കൂടാ. അങ്ങനെ ഇതാണ് നാരായണൻ്റെ റിസപ്ഷൻ നടക്കാൻ പോകുന്ന സ്ഥലം. നാരായണൻ്റെ വീട് തന്നെയാണ്. പഴയ ഒരു ചെട്ടിനാട് സ്റ്റൈലിലുള്ള അടിപൊളി വീട്. ഇത്രപാട് റൂം, ഇത്രപാടാക്കി നിൽക്കാൻ പറ്റുന്ന ഒരു വീട്. അവർ പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല. ആ വീട് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് അതിൽ തന്നെയാണ് ഈ പരിപാടിയല്ല. അടിപൊളി സ്ഥലം കേട്ടോ. നമ്മൾ രാവിലെ 6:30 ആകുമ്പോൾ എത്തിയ അതിൻ്റെ മുമ്പിലത്തെ ദിവസം 9:30 ആകുമ്പോൾ പോയിട്ട് 6:30 രാവിലെ ആകുമ്പോഴത്തേക്ക് എത്തി. ഞാൻ ശിവശങ്കർ സാറും കൂടി ഓടിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല രാത്രി. അങ്ങനെ രാവിലെ എത്തുമ്പോഴത്തേക്ക് 6:30 ആയി. പിന്നെ ഒരു 7:30 വരെ ഉറങ്ങി. 7:30ക്ക് കുളിച്ച് 8 മണിയാകുമ്പോൾ 8:15 നമ്മൾ പോകുന്നതാണ്. അപ്പോഴത്തേക്ക് ചെക്കനും കല്യാണ ചെക്കനെല്ലാം പോയിന്. അങ്ങനെ നമ്മളിതാ സാറാണ് ഓടിക്കുന്നത് ഇപ്പോൾ, ശിവശങ്കർ സാറ്. അങ്ങനെ നമ്മൾ കല്യാണ മണ്ഡപത്തിലേക്ക് പോക്കാണ്. ഞാനുണ്ട്, ശിവശങ്കർ സാറുണ്ട്, ഈശ്വറുണ്ട്, അരുൺ സാറുണ്ട്, വിഷ്ണു ഉണ്ട്. അങ്ങനെ നമ്മൾ 6 ആൾക്കാരുണ്ട്. മനോഹർ സാറുണ്ട്. 6 ആൾക്കാർ. ശിവശങ്കർ സാറ് ഓടിക്കുന്നത്. രാത്രി നമ്മൾ 3 ആൾ ചായ ഓടിക്കുമ്പോൾ അവരെല്ലാം ഉറങ്ങലായിരുന്നു. അതുകൊണ്ട് ആ ചായക്ക് വാങ്ങി മുറുക്ക് തിന്നലാണ്. അപ്പോൾ എനിക്ക് തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മുറുക്കെല്ലാം തരുന്നുണ്ട് അരുൺ സാറ്. അപ്പോഴത്തേക്ക് ഒരു പീടി എത്തി. ചായ എല്ലാവർക്കും വിശക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ചായയും വടയും എല്ലാം ഉള്ളൊരു പീടി എത്തി. അങ്ങനെ പഴയൊരു സെറ്റപ്പിലുള്ള അടിപൊളി വീഡിയോ. 8 റുപ്യേ ഉള്ളൂ ചായയും കടിക്കല്ലോ. അങ്ങനെ എല്ലാവരും ഉഴുന്നുവടയെല്ലാം തിന്ന്. അപ്പോഴത്തേക്ക് അരുൺ സാർ ഉഴുന്നുവടയും പരിപ്പുവടയും ഒന്നും പറയണ്ട. അങ്ങനെ അടിപൊളി ചായയെല്ലാം കുടിച്ച് അങ്ങനെ അരുൺ സാർ ഇതിനെ തിന്നുന്നത് പറഞ്ഞിട്ട് നമ്മൾ കളിയാക്കൊന്നും വേണ്ട. ചങ്ങായി തിന്നാൻ ഉണ്ടാക്കി തരാനും അടിപൊളിയാണ്. അടിപൊളി കുക്കാണ്. അങ്ങനെ ഇതെല്ലാവരും കൂടി പോക്കാണ്. അടിപൊളി കളിയും ചിരിയും എല്ലാം ആയിട്ട് തമാശയെല്ലാം പറഞ്ഞ് അങ്ങനെ പോക്കാണ്. കുറേ ദൂരം പോകാനുണ്ട്, 3/4 മണിക്കൂർ. അങ്ങനെ പോയിട്ട് ഒരു അമ്പലത്തിന് മുമ്പിലെത്തി നിർത്തി. അവിടെ നിന്ന് അടുത്താണ് മണ്ഡപം. തണ്ടത്ത് വണ്ടിയെല്ലാം വെച്ച് ശിവശങ്കർ സാറിനെ വെറുതെ തമാശയെല്ലാം ആക്കി ഇങ്ങനെയാക്കി അങ്ങനെയാക്കി വീഡിയോയിൽ നല്ല പറഞ്ഞിട്ട് ചുമ്മാ ഒരു രസമെല്ലാം ആക്കി. അങ്ങനെ നമ്മൾ നേരെ പോയി തിന്നടിക്കുക. ഫുഡ് അടിക്കാൻ പോയത് നേരെ ഇഡ്ഡലി, വട, എന്തെല്ലോ സാധനം ഉണ്ടായിരുന്നു. അപ്പം കുറേ ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇല മടക്കുന്നുണ്ട. ഇതേപോലെ വേണം നമ്മൾ വേറെ നാട്ടിൽ പോയിട്ട് ഇല മടക്കാൻ. നമ്മുടെ നാട്ടിലെ പോലെ ഓപ്പോസിറ്റ് മടക്കിയാൽ അവിടെ അനാദരമായിട്ട് അത് കാണും. അപ്പോഴത്തേക്ക് ഫുഡെല്ലാം കഴിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവന് വെറ്റിലടക്കിയെല്ലാം എടുത്ത് വായിലൊക്കെ തുടങ്ങി. ഇതൊന്നും നമുക്ക് ഇഷ്ടമല്ലാത്ത സംഭവങ്ങളാണ്. അപ്പോൾ ഈശ്വര അതെല്ലാം നിന്ന് അങ്ങനെ നമ്മൾ നേരെ താഴെ പോയി. കല്യാണം ഉണ്ടോ AC ആണ്. അവിടെ കുറച്ച് നല്ല തണുപ്പുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഭയങ്കര ചൂടാണ്. ഞാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മളെ കല്യാണ ചെക്കൻ നാരായണ രാജാവിനെ പോലെ കിരീടെല്ലാം വെച്ചിട്ട് മാലയിലിട്ടിട്ട് അടിപൊളിയായിട്ട് വരുന്നത്. നാരായണനോട് ഹായ് എല്ലാം പറഞ്ഞൊരു ചിരിയെല്ലാം കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ എല്ലാവരും എഴുന്നള്ളിച്ച് വരുന്ന പോലെ, രാജാവിനെ എഴുന്നള്ളിച്ച് വരുന്ന പോലെ അങ്ങനെ എഴുന്നള്ളിച്ചിട്ട് ഉള്ളിലെത്തി. അങ്ങനെ കുറച്ച് ചടങ്ങെല്ലാം കഴിഞ്ഞ് അങ്ങനെ നോക്കുമ്പോൾ കുറേ ആൾക്കാരുണ്ട്. നല്ല ആൾക്കാരുണ്ട്. നല്ല ചൂടുണ്ട്. അങ്ങനെ നല്ല AC യിലുള്ള മണ്ഡപമാണ്. അങ്ങനെ നാരായണൻ്റെ താലികെട്ടെല്ലാം കുറച്ച് കഴിഞ്ഞ് അങ്ങനെ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനുള്ള തത്രപ്പാടിലാണ് ഇവർ. എല്ലാം എത്രയും വേഗം കൊടുക്കണം. നമ്മൾ വേഗം പോകാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സെൽഫിയെല്ലാം എടുത്ത് നാരായണൻ്റെ കൂടെ ഫുഡ് കഴിക്കണ്ട പോകുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്ത് ഐസ്ക്രീമും നിന്ന് നമ്മളവിടുന്ന് സ്ഥലം കാലിയാക്കി. കാരണം നമുക്ക് കുറേ പ്ലാനുണ്ടേ. കല്യാണം കൂടുതൽ മാത്രമല്ലല്ലോ നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട്. അങ്ങനെ അവിടെ നിന്ന് നേരെ ഇറങ്ങിയത് നേരെ എവിടെ പോകാനാണ് നമുക്ക് ഇവിടെ പോകണം. ചെട്ടിനാട് പാലസ് കണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ബാക്കിൽ കുറച്ച് ആൾക്കാർ പണിയെല്ലാം എടുക്കുന്നത്. ഇതാണ് നമുക്കുള്ള കുഴപ്പം. എവിടെ പോയാലും വർക്ക് ഈസ് നോ കോംപ്രമൈസ് ഇൻ വർക്ക്. അതുകൊണ്ട് പണിയെടുക്കണം എവിടെ പോയാലും. എന്ത് വന്നിട്ട് എവിടെ പോയി എന്ന് പറഞ്ഞാലും നമുക്ക് പണിയെടുക്കേണ്ട സമയത്ത് പണിയെടുക്കണം. അങ്ങനെ അടിപൊളി ആകാശം, ഐസ്ക്രീം പോലെയുള്ള ആകാശമെല്ലാം പറഞ്ഞു. പക്ഷെ ഭയങ്കര ചൂടാണ്, അത് മാത്രമേ കുഴപ്പമുള്ളൂ. അങ്ങനെ നമ്മൾ ചെട്ടിനാട് പാലസ് കാണുന്ന ഒരു അമ്പലത്തിൽ പോകണമെന്നെല്ലാം പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോഴത്തേക്ക് നല്ല ചൂടാകുമ്പോഴത്തേക്കും നല്ല ഇതെല്ലാം കുടിച്ച് എന്താണ് ഷുഗർ കെയിൻ ജ്യൂസെല്ലാം കുടിച്ച്, കരിമ്പ് ജ്യൂസെല്ലാം കുടിച്ച്, വെള്ളനെല്ലാം കുടിച്ചിട്ട് പോയി. നോക്കുമ്പോഴത്തേക്ക് ബാംഗ്ലൂർ ചെട്ടിനാട് പാലസ് പോയി നോക്കുമ്പോഴത്തേക്ക് ആടെ വിസിറ്റേഴ്സ് നോട്ട് അലൗഡ്, സെക്യൂരിറ്റി വിടുന്നില്ല, കാല് പിടിച്ചിട്ടും. അപ്പോഴത്തേക്ക് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഹെയർ ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആർക്കിടെക്ചറിൽ അടിപൊളി സെറ്റപ്പുള്ളൊരു ഹൗസ്, ഒരു മ്യൂസിയം പോലത്തെ ഒരു ഹൗസ്. ഇതൊന്നും നാരായണൻ്റെ വീടുമല്ല ഏകദേശം ഒരേപോലെ തന്നെ. പക്ഷേ ഇവിടെ ഒരു 50 റുപ്യ എൻട്രി ഫീസ് എല്ലാം കൊടുത്ത് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാന്നുള്ള രീതിയിൽ, കാരണം എല്ലാവരും നല്ല ടയേർഡാണ്. അങ്ങനെ റെസ്റ്റ് എടുക്കാന്നുള്ള രീതിയിലെല്ലാം വന്നതാണ്. ഇതെല്ലാം നോക്കുമ്പോഴത്തേക്ക് 4 കെട്ട് വീടെടുക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹം അങ്ങനെ മുകളിലോട്ട് പോകുന്ന. പക്ഷേ നമുക്ക് പൈസ വേണമല്ലോ, അതിന് നമുക്ക് കഷ്ടപ്പെടണം. വർക്കിൽ നോ കോംപ്രമൈസ്. അങ്ങനെ മനോഹർ സാറിന് ഊഞ്ഞാലാട്ടി അങ്ങനെ കുറച്ച് സമയം ആടി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഭയങ്കര ക്ഷീണമാണ്. അപ്പോഴത്തേക്ക് ഫോട്ടോ എടുത്ത് തരുമെന്നെല്ലാം ചോദിച്ചിട്ട് ഒരാളെല്ലാം വന്നു. പിന്നെ എൻ്റെ ഫോണിൽ ചാർജില്ല. അങ്ങനെ ഈശ്വരനെല്ലാം വെച്ച് ഫോട്ടോ എല്ലാം എടുത്ത് അടിപൊളി സിമ്മെട്രി ഉള്ള ഒരു അടിപൊളി വീട് എന്ന് പറഞ്ഞാൽ അടിപൊളി വീട്. അങ്ങനെ അതിനുള്ളിൽ കുറേ ഇഷ്ടംപോലെ റൂമുണ്ട്. ഇഷ്ടംപോലെ ആക്കി നിൽക്കാനെല്ലാം പറ്റും. അവിടെ നിന്ന് പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയി കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത്. എനിക്ക് പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും മൂടുണ്ടായിട്ടില്ല. കാരണം ഭയങ്കര ടയർഡായിട്ട് ഭയങ്കര ഉറക്കം തൂക്കി കണ്ണല്ല ചോന്ന് കഞ്ചാവ് അടിച്ച പോലെയുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എല്ലാവരും കൂടി ഇറങ്ങി
എന്നിട്ട് പിന്നെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു അമ്പലത്തിൽ പോകണം. അതിന് മുന്നേ ചെട്ടിനാട് ഫുഡ് എന്തെങ്കിലും കഴിക്കണം എന്നുള്ള ആഗ്രഹം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മൾ നോക്കി അവിടെ അടുത്ത് തന്നെ ഒരു ചെട്ടിനാട് ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഇതാണ് നമ്മൾ പോകാൻ വിചാരിച്ച പാലസ്, ചെട്ടിനാട് പാലസ്. പക്ഷേ ഉള്ളിലേക്ക് നമ്മളെ വിട്ടിട്ടില്ല, സെക്യൂരിറ്റീൻ്റെ കാല് പിടിച്ചിട്ടും വിട്ടിട്ടില്ല. അങ്ങനെ നമ്മളിതാ ചെട്ടിനാട് ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് അടിപൊളി സെറ്റപ്പാന്ന് കാണാനും ഹോർ റേറ്റിംഗ് എല്ലാം കണ്ടിട്ട് വന്നതാണ്. പക്ഷേ ഫുഡ് നമുക്കൊരു ഏവറേജ് ഫുഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ചെട്ടിനാട് ഫുഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മളവിടെ ഇരുന്ന് ചെരുപ്പ് ഊരിയാലും ഉള്ളിൽ കയറ്റുമെന്നെല്ലാം പറഞ്ഞിട്ട് ചെരുപ്പെല്ലാം ഊരിയിട്ട് വന്ന് പിന്നെ ഫോണ് ചാർജിന് വെച്ചുകൊണ്ട് എൻ്റെ ഫോണിൽ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഇത് പിന്നെ വിഷ്ണുവിൻ്റെ ഫോണിലെടുത്തൊരു വീഡിയോ ആണ്. നമ്മൾ സദ്യയാണ് കഴിച്ചത്, കാരണം വെജ് മാത്രം കഴിച്ചത്. കാരണം ചോറ് കഴിച്ചിട്ട് നമുക്ക് അമ്പലത്തിൽ പോകണം, അതുകൊണ്ട് ചോറ് വെജ് മാത്രം കഴിക്കാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ നമ്മളവിടെ നിന്ന് അരുൺ സാർ ഇപ്പോൾ തിന്നാൻ കിട്ടിയ തിന്നുക, പാവം മനുഷ്യനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ 6 ആളും കൂടി ഇങ്ങനെ വർത്താനെല്ലാം പറഞ്ഞ് ഇതാക്കി. ശിവശങ്കർ സാറിനോട് വണ്ടി തരുമെന്നൊന്നും ചോദിക്കുന്നുണ്ട്, ചങ്ങായി തരുന്നില്ല. ചങ്ങായി ഓടിക്കാനാണ് ഇഷ്ടം, പക്ഷേ ചങ്ങായി ഓടിക്കുമ്പോൾ ബാക്കിലിരിക്കാൻ എനിക്ക് പേടിയാണ്. അങ്ങനെ നമ്മൾ പിള്ളിയാർച്ചട്ടി കോവിലെത്തി. ഇവിടെ എത്തിയാലെന്ന് അറിയുന്നത് ഇത് വിനായകൻ്റെ നമ്മളെ ഗണപതീൻ്റെ അമ്പലമാണ്. അങ്ങനെ ഈശ്വരനെ ഞാൻ മാലയിലും കാണിക്കുന്നത് ഗണപതീൻ്റെ അമ്പലം, ഗണപതി എന്നെയാണ് കൊണ്ടുവന്നതെന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കലാണ്. അടിപൊളി ഒരു കുളമെല്ലാം ഉണ്ട്. അങ്ങനെ കാലും മുഖമെല്ലാം കഴുകി എന്നിട്ട് നമ്മൾ അമ്പലത്തിൽ കയറാനുള്ള പോക്കാണ്. നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് നല്ലോണം മുഖമെല്ലാം കഴുകി കുറച്ചൊന്ന് ഫ്രഷായി. ഇത് കണ്ടിട്ട് പുല്ലും ചപ്പെല്ലാം പറിച്ചിട്ട് എവിടെയാണ് പോകുന്നതെന്ന് പറയാറ്. ഇത് ഒരു മാലയാണ്, ഗണപതി കൊടുക്കാനുള്ള അടുത്ത വിഗ്രഹത്തിൽ ചാർത്താനുള്ള മാലയാണ്. അതെല്ലാം വാങ്ങിയതാ. കുറച്ച് തിരക്കുണ്ടായിരുന്നു, ഒഴിവില്ലാത്ത ദിവസമായതുകൊണ്ട് തിരക്കെല്ലാം കുറവായിരുന്നു. അങ്ങനെ നമ്മൾ തോതിറങ്ങിയിട്ട് ഉള്ളിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഉള്ളിലൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഒരു ഐസ്ക്രീമും പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസും എല്ലാം കുടിച്ച്. കാരണം ഭയങ്കര ചൂടായിരുന്നു. അവൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലേ, ഭയങ്കര ചൂടായി, ഭയങ്കര ടയേർഡ്, ഉറങ്ങാത്തതിൻ്റെ. അങ്ങനെ പക്ഷേ അങ്ങനെ കുറക്കൊന്നും വരുന്നുണ്ടായിട്ടില്ല. പക്ഷെ നല്ല ടയേർഡ്, ചൂടെടുത്തിട്ട് വണ്ടിയിലാണെങ്കിൽ AC ഉണ്ടായിട്ടില്ല. അങ്ങനെ പോകുമ്പോഴത്തേക്ക് മഴ പെയ്ത് ഒരു ഭാഗത്ത് മഴവില്ല്, ഒരു ഭാഗത്ത് നോക്കുമ്പോഴത്തേക്ക് സൂര്യൻ അസ്തമിക്കുന്നു, ഒരു ഭാഗത്ത് മഴ. അടിപൊളി വ്യൂ തന്നെ തിരിച്ചു വരുമ്പോൾ. എനിക്കിങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് കുറേ നാൾ ഓഫീസിൽ ഇങ്ങനെ പണിയെടുത്ത് പുറത്തെവിടെയും പോകാണ്ട് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു അടിപൊളി വൈബ്. ഇതേപോലെ ട്രിപ്പെല്ലാം പോകണം, കുറേ ട്രിപ്പെല്ലാം പോകണമെന്നിങ്ങനെ നല്ല മൂഡ് വരുന്ന രീതിയിലുള്ള ഒരു യാത്രയായിരുന്നു. ശിവശങ്കർ സാറിനോട് വണ്ടി തരണം എന്നുള്ള രീതിയിൽ എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തേക്ക് ശിവശങ്കർ സാറിന് ഉറക്കം വന്ന് നോക്കുമ്പോഴത്തേക്ക് വണ്ടി നമുക്ക് കിട്ടിയപ്പോഴും 7 സീറ്റർ വണ്ടിയാണ്. അടിപൊളി ലോഡ്ജിൽ നിന്ന് നല്ല പവറുണ്ട്. അന്നൊക്കെ ഇങ്ങനെ ഗെയിം കളിക്കുന്ന മൂടാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് അടിച്ചും വിടൽ തന്നെ. വണ്ടി ഒരു 100, 120, 130 പോകുന്നുണ്ടായിരുന്നു. അടിപൊളിയായി. പിന്നെ വണ്ടി സ്പീഡ് പോകുന്നതാണെങ്കിൽ അറിയുന്നൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ AC ഇല്ലാത്തതുകൊണ്ട് ചില്ലെല്ലാം തുറന്ന് വെച്ചുകൊണ്ട് ചെറിയ കാറ്റടിക്കുന്നതിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അടിപൊളിയായിരുന്നു. അങ്ങനെ ഓടിച്ച് നമുക്ക് പിന്നെ തിന്നേണ്ട വിശപ്പ് വരാൻ തുടങ്ങിയിട്ടും പിന്നെ വണ്ടി ഓടിച്ചിട്ടൊരു മടുപ്പ് വരുന്നില്ല. ശിവശങ്കർ സാർ ബാഗിൽ നിന്ന് ഉറങ്ങുന്നുണ്ട്, പക്ഷേ ചങ്ങായി ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഞാൻ ഓടിക്കാന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് വണ്ടി ഓടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല, അടിച്ചും വിട്ട്. അങ്ങനെ നമ്മൾ കുറേ ഒരു 3-4 മണിക്കൂറെല്ലാം ഓടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ചോറ് വയ്ക്കേണ്ട സമയമായി. ഒരു 9:30 പിന്നെ ചോറ് വയ്ക്കാൻ നിർത്തിയാലും കുറച്ച് ആൾക്കാർ പറഞ്ഞു അവർ വെജ് മാത്രമേ തിന്നൂ, കാരണം അമ്പലത്തിൽ പോയിട്ട് വന്നതാണ്, വെജ് തിന്നു. നമുക്ക് പിന്നെ അങ്ങനത്തെ ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ബിരിയാണി പറഞ്ഞു നോക്കുമ്പോൾ പ്ലെയിൻ ബിരിയാണി മാത്രമേ ഉള്ളൂ. പ്ലെയിൻ ബിരിയാണിയിൽ ചിക്കൻ കിട്ടൂലെന്ന് എനിക്ക് അന്നേരം അറിയില്ലേനു. നോക്കുമ്പോഴത്തേക്ക് ചിക്കൻ ഇല്ലാത്ത ബിരിയാണിയും തിന്നിട്ട് അവിടെ നമ്മൾ ഇറങ്ങി. പിന്നെ എനിക്ക് നല്ല വിശപ്പേനു, അതുകൊണ്ട് ഒരു ലൈം സോഡ സ്വീറ്റ് ആൻഡ് സാൾട്ടും കുടിച്ച്. വിശപ്പല്ല, നല്ല ദാഹേനു. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മളങ്ങനെ പോയി. അപ്പോഴത്തേക്ക് ഞാൻ വണ്ടി കയറി കിടന്നുറങ്ങി. ശിവശങ്കർ സാറും വിഷ്ണുവും ബാക്കി ഓടിച്ച്. നല്ല ചൂടേനു, അതുകൊണ്ട് കുപ്പായെല്ലാം കഴിച്ചിട്ടിട്ടാണ് കിടന്നുറങ്ങിയത്. അങ്ങനെ ഞാൻ ഉറങ്ങുന്ന വീഡിയോ ഈശ്വർ ഞാൻ അറിയാണ്ട് എടുത്തതാണ് ഇതെല്ലാം. ഞാനും അരുൺ സാറിനും ഭയങ്കര ഉറക്കായിരുന്നു. അങ്ങനെ ഉറങ്ങി നമ്മൾ ലാസ്റ്റ് എത്തി നോക്കുമ്പോഴത്തേക്ക് 2:30 ആയി. അപ്പോൾ അന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.